നമുക്ക് എന്തായാലും നേരെ പുറത്തോട്ട് പോവാം. എന്തായാലും ഗൈസ് ഇന്ന് നമുക്കൊരടിപ്പൊരു പരിപാടിയുണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും ഗൈസ് ഇന്ന് നമുക്ക് രാവിലെ തന്നെ നല്ല പരിപാടിയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ ഗൈസ്. നമുക്കൊന്ന് പുറവശത്ത് പോയി നോക്കാം കേട്ടോ. നമുക്ക് ബേസ്ബോൾ കളിക്കാം ഗൈസ്. നമ്മൾ ബേസ്ബോൾ കളിക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്കിവിടെ നമ്മുടെ ബേസ്ബോൾ എടുക്കട്ടെ ഗൈസ്. ഞാൻ ഇവിടെയാണ് വെച്ചത് ബേസ്ബോൾ ഗൈസ്. എന്തായാലും എടുക്കട്ടെ കേട്ടോ ഗെയ്സ്. ബേസ്ബോളൊന്നും കിട്ടിയില്ല ഗൈസ്. അതാരോ അടിച്ചു മാറ്റിപ്പോയെന്നാണ് തോന്നുന്നത്. ബംഗാളി ബാബു എങ്ങനെ എടുത്ത് കളഞ്ഞാണെന്നാണ് തോന്നുന്നത്. എന്തായാലും സീനൊക്കെ നോക്കിയിട്ടതാണ് തോന്നുന്നത് ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമുക്ക് എന്തായാലും ഇത് വെടിവെച്ച് തകർക്കണം, അല്ലെങ്കിൽ ആകെ സീനാവും ഗെയ്സ്. നമുക്ക് എന്തായാലും തുറക്കാൻ നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ SMG വെച്ച് ഫയർ ചെയ്യാം ഗെയ്സ്. ഞാൻ എന്തായാലും നമ്മുടെ SMG വെച്ച് ഫയർ അടിക്കുകയാണ് ഗെയ്സ്. SMG വെച്ച് ഫയർ ചെയ്തിട്ടൊന്നും സംഭവിക്കുന്നില്ല ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ SMG ഒന്നുകൂടെ ഫയർ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മൾ SMG സൈഡിലൊക്കെ വിട്ട് നോക്കുന്നുണ്ട്, പറ്റിയില്ല. ഇനി നമുക്ക് നമ്മുടെ പിസ്റ്റൾ ട്രൈ ചെയ്യാം ഗൈസ്. ഞാൻ ആണെങ്കിൽ പിസ്റ്റൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും പിസ്റ്റൾ വെച്ചും പൊട്ടുന്നില്ല ഗൈസ്. ഇനി റോക്കറ്റ് ലോഞ്ചർ ഗൈസ്. എൻ്റെ മറ്റേതുണ്ട് സ്നൈപ്പർ, പക്ഷേ സ്നൈപ്പറിനും ആ പവർ തന്നെയല്ലേ ഉള്ളൂ, അല്ല വലിയ SR പവറൊന്നും ഇല്ല ഗൈസ്. എന്തായാലും നമുക്ക് ഈ മിസൈൽ വിട്ട് നോക്കാം ഗൈസ്. മിസൈൽ വിട്ടിട്ട് പൊട്ടൊന്നുമില്ല ഗൈസ്. ഇവിടുത്തെ ഷോപ്പിലൊന്നും ബോംബൊന്നും മേടിക്കാൻ കിട്ടത്തില്ല, അതാണ് ആകെ സീനാവുന്നത്. എന്തായാലും നമുക്ക് ബാറ്റ് വെച്ചും കൂടെ ഒന്ന് അടിച്ചു നോക്കാം ഗൈസ്. ഇത് നമ്മുടെ ബേസ്ബോൾ ബാറ്റാണ്. എന്തായാലും നമുക്ക് അടിച്ചു നോക്കാം ഗൈസ്. നമ്മൾ കുറേ അടിക്കുന്നുണ്ട്, ഒന്നും പറ്റുന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പട്ടിക്കുട്ടനോട് ചോദിക്കാം. അവനാകുമ്പോൾ ബുദ്ധിയൊക്കെ ഉള്ളൊരു പട്ടിയാണ്. എന്തായാലും നമുക്ക് അവനോട് പോയി ചോദിക്കാം. ടോമി പട്ടിയോട് പോയി ചോദിക്കാം കേസ്. എടാ ടോമി, ഒരു സീക്രട്ട് ഡോർ വന്നടാ, ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ടും തുറക്കാൻ വയ്യ, എങ്ങനെ തുറക്കും? നമ്മുടെ ടാസ്കുകൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം ചാനൽ, പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യണം, പിന്നെ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ അയൺമാനെ കൊല്ലണം, പിന്നെ ഹെലികോപ്റ്ററിൻ്റെ മണ്ടയ്ക്ക് ചാടണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിങ്ങളുടെ ടാസ്ക്കാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലേ ആ ഡോർ തുറക്കാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ ടാസ്ക് അതാണ്. എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നേരെ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടാ. എടാ ടോമി, ഞാൻ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവാണേ ഗെയ്സ്. നമുക്ക് എന്തായാലും ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവാം. ആദ്യം നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യാം ഗെയ്സ്. ഒന്നാമത്തെ ടാസ്ക് എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ടാസ്ക്കാണ്. എന്തായാലും അത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റൂ, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗെയ്സ്. എല്ലാവരും ചെയ്യുക കേട്ടോ ഗെയ്സ്. ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യാൻ പോയാലോ ഗെയ്സ്? നമുക്ക് എന്തായാലും നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടാ ഗെയ്സ്. ഞാൻ എന്തായാലും നേരെ നമ്മുടെ താറാണ് എടുക്കുന്നത്, ഓപ്പൺ താർ ഗെയ്സ്. നമുക്ക് എന്നിട്ട് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം ഗെയ്സ്. പോലീസ് സ്റ്റേഷൻ ഇച്ചിരി ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് ഗെയ്സ്. എന്തായാലും ഞാൻ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഗെയ്സ്. ഇവിടെ ഇന്ന് ട്രാഫിക്കൊന്നും ഇല്ല ഗെയ്സ്. എന്നും ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരിക്കും ഗെയ്സ്. എന്തായാലും കുഴപ്പമില്ല ഗെയ്സ്. നമുക്ക് പെട്ടെന്ന് എന്തായാലും നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഗെയ്സ്. നമുക്ക് ആദ്യം ഓമാരുടെ വണ്ടി അടിച്ച് തകർക്കാം ഗെയ്സ്. പോലീസ് സ്റ്റേഷൻ്റെ മെയിൻ സാധനമാണല്ലോ വണ്ടി ഗെയ്സ്. നമുക്ക് ഇതങ്ങ് അടിച്ച് തകർക്കാം ഗെയ്സ്. ഞാൻ എന്തായാലും ജമ്പ് ചെയ്തിട്ട് RPG അങ്ങോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല വൃത്തിക്ക് ഫയർ ചെയ്യുന്നുണ്ട് ഗെയ്സ്. എന്നിട്ടും വണ്ടി പൊട്ടുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും അകത്തോട്ട് വിടാം RPG, അന്നേരല്ലേ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗെയ്സ്. നമുക്ക് അകത്ത് കയറി നേരെ നമ്മുടെ SIക്കിട്ട് വെടി കൊടുക്കാം ഗെയ്സ്. നമ്മൾ വെടി കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. എല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ താറിൻ്റെ അടുത്തോട്ട് പോയി എസ്കേപ്പ് ഇടാം ഗൈസ്. പെട്ടെന്ന് എസ്കേപ്പ് ഇട്ടില്ലെങ്കിൽ ഈ പോലീസുകാരന്മാർ നമ്മളെ അടിക്കും. അയ്യോ ഗൈസ്, എനിക്ക് വയ്യ ഗൈസ്, ഈ സാറന്മാർ അടിക്കുന്നു. സാറന്മാരെ, ഞാൻ ഒന്നും തെറ്റ് ചെയ്തില്ലേ സാറേ ഞാൻ രക്ഷപ്പെടട്ടെ സാറേ, പ്ലീസ് സാറേ. ഗൈസ്, സാറന്മാർ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. അമ്മച്ചി വണ്ടി കൊണ്ടിടിച്ച് ഗൈസ്. ഇനി എങ്ങനെ എസ്കേപ്പ് ഇടും ഗൈസ്? അയ്യോ ഗൈസ്, നമുക്ക് ഇപ്പുറത്തൂടെ എസ്കേപ്പ് ഇടാം. അയ്യോ ഗൈസ്, അവിടെയും പോലീസ് വണ്ടി വന്ന് ബ്ലോക്കാക്കി ഗൈസ്. അമ്മച്ചി ഇനി എന്ത് ചെയ്യും ഗൈസ്? ഇറങ്ങി ഓടാം ഗൈസ്. ഈ പോലീസുകാരാകെ സീനാക്കുന്നുണ്ട് ഗെയ്സ്. നമുക്ക് ഇറങ്ങി ഓടാം. ബാറ്റ് വെച്ച് അടിക്കുന്നു, തോക്ക് വെച്ച് വെടിവെക്കുന്നു. എന്തൊരു അറ്റാക്കാണ് ഗെയ്സ്. നമുക്ക് ഇറങ്ങി ഓടണം ഗൈസ്. അയ്യോ ഗായ്സ്, എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റുന്നില്ല. അയ്യോ ഗായ്സ്, ഞാൻ ഡെഡായിരിക്കുന്നു ഗായ്സ്. നമുക്കിനി അടുത്ത ടാസ്ക് ചെയ്യാം. അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ അയൺമാനെ കൊല്ലണം ഗായ്സ്. നമ്മുടെ അയൺമാൻ അണ്ണനെ കൊല്ലണം ഗൈസ്.
ഇപ്പം ന്യൂസിൽ കാണിച്ച അയൺമാൻ ഷോറൂമിൻ്റെ അടുത്തുണ്ടെന്ന്. അയൺമാൻ ഇപ്പം സൂട്ടൊന്നും ഇടാതാണ് വന്നേക്കുന്നത്. നോർമൽ സിറ്റിസണിൻ്റെ വേഷത്തിലാണ് നമ്മുടെ അയൺമാൻ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ അയൺമാൻ അണ്ണനെ കൊല്ലാൻ പോവാം ഗെയ്സ്. എന്തായാലും ഗെയ്സ് ഞാൻ എന്തായാലും നേരെ നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ട് ഗെയ്സ്. എന്തായാലും അയൺമാൻ അണ്ണനെ കൊല്ലാൻ വേണ്ടി പോകണം ഗെയ്സ്. അയൺമാൻ അണ്ണ ആ ലൊക്കേഷനിൽ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും ഗെയ്സ് നമുക്ക് എന്തായാലും കഥ കുറക്കട്ടെ ഗെയ്സ്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഷോറൂമിൻ്റെ ഭാഗത്തോട്ട് പോകാം ഗെയ്സ്. അയ്യോ ഗായ്സ് വഴി തെറ്റിയല്ല, ഇപ്പുറത്തോട്ടാണ് തിരിയേണ്ടത്. ഞാൻ വഴി തെറ്റി പോകുന്നുണ്ട് ഗെയ്സ്. എന്തായാലും നേരെ നമുക്ക് നമ്മുടെ അയൺമാനെ കൊല്ലാൻ വേണ്ടി പോവാം. എന്തായാലും ഗെയ്സ് ഞാൻ എന്തായാലും നേരെ നമ്മുടെ വണ്ടി വിടുവാണ് അയൺമാനെ കൊല്ലാൻ വേണ്ടി ലൊക്കേഷനിലോട്ട്. ഗെയ്സ് ഞാൻ ഏകദേശം വണ്ടി ഓട്ടിച്ച് നേരെ അയൺമാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ ഏകദേശം എത്താറാവുന്നുണ്ട്. ഷോറൂമിൻ്റെ ഭാഗത്താണ് അയൺമാൻ നിൽക്കുന്നത്. എന്തായാലും ഗെയ്സ് ഇവിടുന്ന് ഇച്ചിരി ഒന്ന് ലെഫ്റ്റ് എടുത്താൽ നേരെ നമ്മൾ എത്തുന്നത് വെച്ചാൽ നമ്മുടെ ഷോറൂമിലാണ് ഗെയ്സ്. എന്തായാലും ഗെയ്സ് ദൂരെയായിട്ട് നമ്മുടെ ഷോറൂം മിന്നായം പോലെ കാണുന്നുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ പെട്ടെന്ന് സ്പീഡ് വിടണം ഗെയ്സ്. നമ്മുടെ 100 ഇഞ്ചിന് സ്പീഡുണ്ട്, പക്ഷേ മൈലേജ് ഇല്ല, അതാണ് പ്രശ്നം ഗെയ്സ്. എപ്പോഴും പെട്രോൾ അടിച്ച് പൈസ കളയേണ്ടി വരും ഗെയ്സ്. അതാണ് ആകെ സീനുള്ളത് ഗെയ്സ്. നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അയൺമാൻ അണ്ണൻ ഇവിടെ കാണാൻ ഉണ്ടോ എന്ന് നോക്കാം ഗെയ്സ്. നമുക്കിവിടെയൊക്കെ നോക്കാട്ടെ, ഈ പരിസരങ്ങളിലൊക്കെ നോക്കണം അയൺമാൻ എവിടെയാണ് ഉള്ളതെന്ന് ഗെയ്സ്. എന്തായാലും നോക്കാട്ടെ ഗെയ്സ്. അങ്ങനെ അയൺമാൻ വന്നിട്ടുണ്ട്. അയൺമാൻ എന്നാൽ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു സർപ്രൈസ് തരാം ഗെയ്സ്. നമ്മൾ അയൺമാനെ സർപ്രൈസ് തരാൻ വിളിച്ചിട്ടുണ്ട്. വാടാ അയൺമാനെ, ഒരു സർപ്രൈസ് തരാം. ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ, ഒരു സർപ്രൈസ് ഉണ്ട് മോനെ, ഇങ്ങോട്ട് വാടാ. ഇപ്പം സർപ്രൈസ് തരാം നിനക്ക്. നിന്നെ ബാറ്റ് വെച്ച് ഞാൻ അടിച്ച് കൊല്ലാൻ പോവാടാ. എടാ അയൺമാനെ, നീ എന്നോട് കളിക്കുമല്ലേ, ഇപ്പം നിന്നെ കൊല്ലുവാടാ ഗെയ്സ്. നമുക്ക് അയൺമാനെ അടിച്ചടിച്ച് കൊല്ലാം ഗെയ്സ്. അങ്ങനെ നമ്മൾ അയൺമാനെ വക വരുത്തിക്കുവാണ് ഗെയ്സ്. എന്തായാലും ഞാൻ നേരെ നമ്മുടെ അയൺമാനെ അങ്ങ് വക വരുത്തിയിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് എന്തായാലും നേരെ എസ്കേപ്പ് ഇടാൻ ഗെയ്സ്. പോലീസൊക്കെ വരുന്നുണ്ട് ഗെയ്സ്. വന്ന് നിൽക്കുന്ന ഗെയ്സ്. പറഞ്ഞതേ ഉള്ളൂ സാറന്മാർ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് വന്ന് കിടക്കുന്നു ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ പോവാട്ടെ ഗെയ്സ് നമ്മുടെ ലൊക്കേഷനിലോട്ട്. ഏകദേശം ഗെയ്സ് നമ്മളെന്തായാലും ബൈക്ക് കൊണ്ട് നേരെ പോവുകയാണ്. എന്തായാലും ഗെയ്സ് നമ്മൾ നേരെ പോകാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ടാണ്. ഇനി ഹെലികോപ്റ്റർ എസ്കേപ്പാണ് ഉള്ളത് ഗെയ്സ്. എന്തായാലും ഗെയ്സ് നമുക്ക് എന്തായാലും ഹെലികോപ്റ്റർ എസ്കേപ്പ് ചെയ്യാം. ഈ സമയത്ത് ലൈക്ക് ചെയ്യണേ, എന്നാലേ ഡോർ ഓപ്പൺ ആവത്തുള്ളൂ ഗെയ്സ്. എന്തായാലും ചെയ്യണം കേട്ടോ, ലൈക്കും സബ്സ്ക്രൈബും അത് മസ്റ്റാണ് ഗെയ്സ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗെയ്സ്. എന്തായാലും വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്യാത്തവന് സബ്സ്ക്രൈബ് ചെയ്യണം ഗെയ്സ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തി കേട്ടോ ഗായ്സ്. ഇവിടെ മഴ തുടങ്ങി ഗൈസ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഗൈസ്? എൻ്റെ നാട്ടിൽ മഴയാണ്ട് ശബ്ദമൊക്കെ റെക്കോർഡ് മാറും കേട്ടോ, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. മഴയുടെ ശബ്ദം കേട്ടോ, നിങ്ങൾ ക്ഷമിക്കുക. മഴയും കാറ്റും ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ എത്തിയിട്ടുണ്ട്. ബംഗാളി ബാബു പോകുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഹെലികോപ്റ്റർ ടാസ്ക് ചെയ്യാം കേട്ടോ ഗൈസ്. നമ്മളെന്തായാലും നേരെ നമ്മുടെ ഹെലികോപ്റ്റർ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അതിനു വേണ്ടി നമുക്ക് ആദ്യം മുകളിലോട്ട് പോകണം ഹെലികോപ്റ്റർ ടാസ്ക് ചെയ്യാൻ. അതിന് നമ്മൾ ഹെലികോപ്റ്ററിൽ ചാടുകയാണ് ടാസ്ക് ഗെയ്സ്. നമുക്ക് ഇപ്പുറത്തോട്ടാണ് പോകണത്. ഞാൻ ഇതിന് ഇങ്ങോട്ട് പോകണം ഗെയ്സ്. എനിക്ക് വട്ടായി ഗെയ്സ്, എനിക്ക് തലയ്ക്ക് പ്രാന്തായി ഗെയ്സ്. നമുക്ക് ഇപ്പുറത്തോട്ടാണ് പോകേണ്ടത് ഗെയ്സ്. അതിന് വേണ്ടി ഞാൻ വെറുതെ പ്രാന്തൊക്കെ കാണിക്കുന്നുണ്ട് ഗെയ്സ്. ഈ പ്രാന്തൊക്കെ എന്തിനാണ് വെറുതെ കാണിക്കുന്നത് ഗെയ്സ്? അല്ലേ ഗൈസ്, എന്തിനാണ് വെറുതെ പ്രാന്തൊക്കെ കാണിക്കുന്നത് അല്ലേ ഗൈസ്? നമുക്ക് എന്തായാലും ഹെലികോപ്റ്റർ എടുക്കാം ഗെയ്സ്. ഇതെൻ്റെ അപ്പൂപ്പൻ മേടിച്ചു വന്ന ഹെലികോപ്റ്ററാണ് ഗെയ്സ്. ഇപ്പോഴും നല്ലോണം തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൂപ്പൻ മുകേഷ് അംബാനിയാണ്. എന്തായാലും മുകേഷ് അംബാനി മേടിച്ചു വന്ന ഹെലികോപ്റ്ററാണ്. അടിപൊളി ഹെലികോപ്റ്റർ ഗെയ്സ്. നമ്മളിതാ പൊക്കിയിട്ടുണ്ട് ഗെയ്സ്. നമ്മളങ്ങനെ പൊക്കി ഗെയ്സ്. ഇനി നമുക്ക് എന്തായാലും ചാടാട്ടോ. 3, 2, 1 ഗോ. ഡൂ മച്ചാനെ ഡൂ ഗൈസ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും ഷിൻചാനെയും ഡോറിമോനെയും പോയി പിക്ക് ചെയ്യാം ഗൈസ്. എന്തായാലും ഗൈസ് ഷിൻചാനെയും ഡോറിമോനെയും പിക്ക് ചെയ്യാം ഗൈസ്. നമ്മളങ്ങനെ ഷിൻചാനെയും ഡോറിമോനെയും കൊണ്ടുവന്നിട്ടുണ്ട്. എടാ ഷിൻചാനെയും ഡോറിമോനെ ഈ വാതിൽ ഉറക്കുമ്പോൾ കണ്ടോ, ഒരത്ഭുത പ്രതിഭാസമാണ് നടക്കാൻ പോണെ ഗൈസ്. നമുക്ക് ഷിൻചാനെ തുറന്നങ്ങ് കാണിച്ചു കൊടുക്കാട്ടാ ഗൈസ്. നമുക്ക് നേരെ തുറന്നങ്ങ് കാണിച്ചു കൊടുക്കാം. എടാ ഷിൻചാനെ നോക്കടാ, ഷിൻചാനെ ഡോറിമോ. ഷിൻചാനൊക്കെ അതുകൊണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. അവൻ എന്ത് ചെയ്യേ? എടാ ഷിൻചാനും ഡോറിമോനും എന്ത് ചെയ്യേ ഗൈസ്? കാണുന്നില്ലല്ലോ. വരുന്ന അവന്മാർ ഗൈസ്. നമുക്കെല്ലാം കാണാം കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ ഓപ്പൺ താറല്ല ക്ലോസ്ഡ് താർ കിടപ്പുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, ഇവിടോട്ടും വഴിയാ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഗൈസ്. എന്തായാലും
ഗെയ്സ് എന്തായാലും നമുക്ക് ബൈക്ക് ഓട്ടിച്ചൊന്ന് നോക്കണം ഗെയ്സ്, എന്നാലേ സീനൊക്കെ നടക്കുകയുള്ളൂ ഗെയ്സ്. നമുക്ക് എന്തായാലും ബൈക്ക് ഓട്ടിച്ച് നോക്കാം ഗെയ്സ്. എന്തായാലും ഗെയ്സ് നിങ്ങൾ ആ ടാസ്ക് ചെയ്തുകൊണ്ടാണ് എന്തായാലും തുറന്നത് ഗെയ്സ്. ഞാനും ടാസ്ക് ചെയ്തായിരുന്നു ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ബൈക്കിൽ കയറാം കേട്ടോ, പെട്ടെന്ന് തന്നെ ഗെയ്സ്. നമ്മൾ എന്തായാലും ബൈക്കിൽ കയറുന്നുണ്ട് ഗെയ്സ്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ഈ ബൈക്ക്. എന്തായാലും നമ്മൾ അകത്ത് തന്നെയാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്, പുറത്തോട്ടൊന്നും പോകുന്നില്ല. പുറത്തോട്ടൊക്കെ പോയാൽ ഭയങ്കര പ്രശ്നമൊക്കെ ആവും ഗെയ്സ്. നിനക്ക് എവിടെ നീ ബൈക്ക് കിട്ടിയെന്നൊക്കെ ചോദിക്കും. എന്തായാലും നമുക്ക് ഒത്തിരി നാൾ കഴിഞ്ഞ് ഈ ബൈക്കൊക്കെ ഇറക്കാം കേട്ടോ ഗെയ്സ്. നമുക്കൊരു മെക്കാനിക്കിനെയും വെക്കണം ഇനി ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വണ്ടി ഓട്ടിച്ച് നോക്കാം ഗൈസ്. നല്ല ടോപ്പ് സ്പീഡ് കിട്ടുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക് എന്തായാലും ഗൈസ്. അടിപൊളി ടോപ്പ് സ്പീഡൊക്കെ കിട്ടുന്നുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വണ്ടി കൊണ്ട് അകത്തോട്ട് വെക്കാട്ടെ ഗെയ്സ്. ഞാൻ എന്തായാലും വണ്ടി കൊണ്ട് അകത്ത് വെച്ചിട്ടുണ്ട് ഗെയ്സ്. ഇനി നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീഡിയോ അവസാനിക്കാറായി ഗെയ്സ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിലും കിടിലനൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് അടിക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാ ഫ്രണ്ട്സിനും ബൈ ഗെയ്സ്.